ആ സഹോദരങ്ങളെ, ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചെറിയ ഇരുമീൻ കിട്ടിയിട്ടുണ്ട്. ഇരുമീൻ മസാല ഇടാം. അത് നമുക്ക് പൊറോട്ടക്ക്, സാദാ ചോറിന്, നെയ്ച്ചോറിന്, ചപ്പാത്തിക്ക്, കുബൂസിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഫ്രൈ ചെയ്ത ഇരുമീൻ മസാല ഇട്ടത്. ആ മസാല ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 8 പീസ് ഇരുമീൻ എടുത്തിട്ടുണ്ട്. അതിന് 2 തക്കാളി, വലിയ തക്കാളി, ഒരു 3 ഉള്ളി, ഒരു 2 കറി, പിന്നെ മല്ലിച്ചപ്പ്, ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി അരച്ചത്, 1/2 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത്, ഒരു 10 പീസ് കറിവേപ്പില, പിന്നെ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഇത്തിരി ഫിഷ് മസാല, ഉപ്പ്, പിന്നെ ഉള്ളി, പിന്നെ മത്സ്യം ഫ്രൈ ചെയ്യാനുള്ള താവ വെച്ചിട്ടുണ്ട്, റോസ്റ്റ് ഉണ്ടാക്കാനുള്ള താവ വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇതൊന്ന് മസാല, ഉപ്പും മുളകും മഞ്ഞളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഫ്രൈ ചെയ്യാനുള്ളത്. ഈ സ്പൂണിനൊരു 3 സ്പൂണ് അല്ലെങ്കിൽ 4 സ്പൂണ് ഇട്ടുക. അതുപോലെ തന്നെ ഈ സ്പൂണിനൊരു 1 സ്പൂണ് മഞ്ഞൾ ചേർക്കുക. ഉപ്പ് പാകത്തിന് ചേർക്കുക. അടപ്പ് ഊരാൻ കഴിയുന്നില്ല മക്കളെ. ഏതായാലും അതിൻ്റെ പാകത്തിന് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊരു ടീസ്പൂൺ ഇട്ടോ. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോടെ നമുക്കിതിന് തീ കൊടുക്കാം. ഉള്ളി റോസ്റ്റ് റെഡിയാകുമ്പോൾ നമുക്ക് എണ്ണ കായുമ്പോൾ ഇതിന് ഉപ്പും മുളകും പിടിക്കും. ഏതായാലും നമ്മുടെ ചെറിയ ഇരുമീനായതുകൊണ്ട് പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കും. അതിന് കരായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ നല്ല വൃത്തിക്ക് ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കത്തിക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യേണ്ട എണ്ണ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് കത്തിച്ച് കളയാം. സ്റ്റാർട്ട് ചെയ്യാം. 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട്. നമ്മൾ റോസ്റ്റിനുള്ള എണ്ണ ഒരു 50 മില്ലി എണ്ണ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള എണ്ണ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എണ്ണ പെട്ടെന്ന് കായും. അതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്. പിറകെ ആ ഇഞ്ചിയും വെളുത്തുള്ളി, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ഇഞ്ചിയും വെളുത്തുള്ളി അതിന് ആ വെളിച്ചെണ്ണി ഒന്ന് കാഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ചെയ്യാം. സ്ലോ ചെയ്യാം. പിന്നെ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യണം. ഞാനൊന്ന് ക്യാമറാമാനില്ല. ഇപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഉള്ളി വാടുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അടപ്പിട്ടിട്ട് സ്ലോ തീയിലട വെക്കുക. നമ്മളെ എണ്ണ ഇവിടെ കാഞ്ഞിട്ടുണ്ട്. സ്പീഡ് കുറച്ചിന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അവിടെ മീൻ ഫ്രൈ ചെയ്യുന്നു, ഇവിടെ മസാല ഉണ്ടാക്കുന്നു. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അതിൽ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നു. തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. അതിന് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇളക്കുന്ന ഒന്ന് മൂടിയിട്ട് വെക്കുക. ശേഷം അതിൽ മുളകും മല്ലിയും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് അടപ്പിടുക. ശ്രദ്ധിക്കണം, എണ്ണ നല്ലോണം കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ സ്ലോ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ മത്സ്യം, നമ്മുടെ ഇരുമീൻ അതിലേക്ക് ആഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ആ 8 പീസ് ഇരുമീനും ഇതിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. നമ്മളത് ഇട്ടതിന് ശേഷം തീ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആവണം. അപ്പോൾ നമ്മൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്, തക്കാളി വാടിയിട്ടുണ്ട്. നമ്മളതിലേക്ക്
ഈ സ്പൂണ് ഇതിൽ ഒരു സ്പൂണല്ല 1.5 സ്പൂണ് പറങ്കിപ്പൊടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഫുള്ള് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് ഫിഷ് മസാല കൂടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക, അതിലേക്ക് വെള്ളം ചേർക്കുക. ആ വെളിച്ചെണ്ണ പറ്റിൽ ഇതൊക്കെ ഒന്ന് വറുത്ത് തരണം. ഈ പറഞ്ഞ മസാലകൾ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ സ്ലോ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്തതിന് ശേഷം സ്പീഡ് കൂട്ടുക. ഈ ഗ്ലാസ്സാണ്, ജ്യൂസ് ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഒരു 1/2 ഗ്ലാസും കൂടി ചേർക്കും. ഇതിന് നമുക്ക് സ്പീഡ് കൂട്ടാം. മീൻ ഫ്രൈ ആകുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ ഇതുപോലെ ഗ്രേവി ഉണ്ടാകുക. ഒന്ന് ആ സ്പീഡ് തീയിൽ വെച്ചാൽ ഒന്ന് ചെറുങ്ങനെ വറ്റി മസാല ടൈപ്പാവും ഗ്രേവി. മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആവണം. നമ്മളിതൊന്ന് അടപ്പിടുന്നുണ്ട്. ഒന്ന് നേർക്ക് തിളച്ച് പോകണം. അപ്പം മത്സ്യം മറുഭാഗവും നല്ല വൃത്തിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പണാക്കാം. ഇതുപോലെ തിളച്ച് നല്ല കണ്ടീഷനിലാണ് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ തളിയിൽ തന്നെ നമുക്ക് ആ ഡ്രൈ ആയ മത്സ്യം ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷനാണ്. ഏതായാലും അതിലിട്ട് അതിലേക്ക് അതിന് മുന്നേ മല്ലിച്ചപ്പുണ്ട് ഇടുക, അതിടണം. മീൻ നല്ല ചൂടുണ്ട്. കുറച്ച് ആറിയിട്ടിടുന്നതാണ് നല്ലത്. ഏതായാലും നമുക്ക് ഈ മത്സ്യം ഫ്രൈ ചെയ്ത ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കലും നല്ലതാണ്. പക്ഷേ ഈ മീനിന് നല്ല എണ്ണയുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റോസ്റ്റിന് ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിന് പിറകിൽ നടക്കാത്തത്. ഏതായാലും നമ്മുടെ മീൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മീൻ മുങ്ങണം. മുങ്ങി നല്ല അതിൻ്റെ സത്തൊക്കെ റോസ്റ്റിലിറങ്ങിയാൽ ഈ പറയുന്ന സംഭവം മസാലയായി വരും. അപ്പോൾ മല്ലിച്ചപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മത്സ്യമൊക്കെ ഒന്ന് അടിമറിച്ച് കൊടുക്കാം. എല്ലാം ഒന്നും മറിച്ച് കൊടുക്കുന്നില്ലേ, പൊട്ടാതെ മറിച്ച് കൊടുക്കണേ. അതിനെ പൊട്ടിയിട്ട് നമ്മളോട് പറയണ്ട. പണ്ടാരെ പറഞ്ഞാൽ ഗ്രേണി പിടിച്ച കൊച്ചുങ്ങൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ മാതിരി എന്ന് പറയില്ല, അതുമാതിരി ആക്കണ്ട. ഇതുപോലെ സാവധാനത്തിൽ മറിച്ച് കൊടുക്കുക. അതായത് ഞാൻ ഒന്ന് മറിച്ച് അതൊന്ന് ഓഫ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പം മസാല കണ്ടീഷൻ മസാല കണ്ടില്ലേ, കറിയല്ല ഇത് മസാലയാണ്. പൊറാട്ട, ചോറ്, ചപ്പാത്തി, കുബൂസ്, ബട്ടൂരി, പിട്ട്, നൂൽപ്പിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഏതായാലും നമ്മുടെ ടേസ്റ്റ് ചെയ്യൽ പരിപാടിയിലേക്ക് കിടക്കാം. സഹോദരങ്ങളെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ സാധനം. തൽക്കാലം നമുക്ക് ബെർഗിനടിക്കാമെങ്കിൽ നമുക്ക് ഒരു കുബൂസ് എടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കാം. പൊളിച്ചടിക്കുക സാധനമാണ് ഇതാക്കുക. അതായത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. മാസലാമ ബൈ, സി യു.